കഴിഞ്ഞ 3-4 മാസങ്ങളായിട്ട് ഒട്ടുമിക്ക ഫോണുകൾക്കും നല്ല രീതിയിൽ അതായത് ഒരു 5000-6000 രൂപയ്ക്കടുത്തൊക്കെ വില കൂടിയിരിക്കുന്ന കാര്യം നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ ഇത്തരമൊരു സാഹചര്യത്തിൽ നമുക്ക് വാങ്ങാൻ കഴിയുന്ന ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മൊബൈൽ ഫോൺ അതാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത്. HMD എന്ന ബ്രാൻഡിൻ്റെ വൈബ് 2 5G എന്ന ഈ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള മൊബൈൽ ഫോണാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത്. അപ്പോൾ ഈ HMD എന്ന പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മറ്റൊരു പേര് കൂടി ഓർമ്മയിൽ വരുന്നുണ്ടാവും. അതെന്താണെന്ന് ഈ ഒരു വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ഇടാൻ മറക്കരുത്. അപ്പോഴത്തേക്കും നമുക്ക് ഇത് അൺബോക്സ് ചെയ്തിട്ട് എന്തൊക്കെയാണ് ഈ ഒരു ഫോണിൻ്റെ ഫീച്ചേഴ്സ് എന്നൊന്ന് വിശദമായിട്ട് മനസ്സിലാക്കിയിട്ട് വരാം. കമ്പനി ഈ പാക്കേജിൽ ഫോണിനോടൊപ്പം ട്രാൻസ്പെറൻറ്റ് ബാക്ക് കേസ്, ഒരു ചാർജർ, USB കേബിൾ, സിം ഇജക്ടർ എന്നിവ നൽകുന്നുണ്ട്. ഇതാണ് ഫോൺ. റിയർ സൈഡ് കാണുമ്പോൾ തന്നെ ഇന്നത്തെ ഫോണുകളുടേതായ ആ പ്രീമിയം ഫിനിഷിങ്ങും ലേറ്റസ്റ്റ് ട്രെൻഡിങ് സ്റ്റൈലിലുള്ള ഡ്യുവൽ ക്യാമറ മോഡ്യൂളും സ്ക്വയർ കട്ട് ഡിസൈനും ഒക്കെയാണ് ഇതിനുള്ളത്. ഇത് നോർഡിക് ബ്ലൂ. ഇതുകൂടാതെ മറ്റ് 2 നിറങ്ങളിലും ഇത് ലഭ്യമാണ്. ഫോൺ തീരെ സ്ലിം ഡിസൈൻ അല്ല, 8.6 mm തിക്നെസ് ഉണ്ട്. അതിനൊത്ത ഭാരവുമുണ്ട്, 210 ഗ്രാം. ഇതാണ് ഡിസ്പ്ലേ. നല്ല ബ്രൈറ്റ്നസ് ഉണ്ട്. IPS LCD ഡിസ്പ്ലേ ആണ്. 120 ഹെർട്സ് റിഫ്രഷ് റേറ്റും ഉണ്ട്. 1600x720 പിക്സൽ റെസൊല്യൂഷനുള്ള ഈ HD+ ഡിസ്പ്ലേ 6.7 ഇഞ്ചിൻ്റെതാണ്. കളർ ക്വാളിറ്റി ഒക്കെ മികച്ചത് തന്നെയാണ്. ഇനി ഇതിൻ്റെ പ്രൊസസ്സർ സൈഡ് നോക്കിയാൽ 2.3 GHz യൂണിസോക് T8200 എന്ന ഒക്ടാ കോർ പ്രോസസ്സറാണ്. ആൻഡ്രോയിഡ് 16 ആണ് OS. ക്രാഫ്റ്റ്വെയർ ഒന്നുമില്ല. ഫോൺ ക്ലീൻ ചെയ്യാൻ, ഒപ്റ്റിമൈസ് ചെയ്യാൻ എന്നൊക്കെ പേരുള്ള ചൈനീസ് ആപ്പുകൾ ഒന്നും തന്നെ കാണുന്നുമില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ പെർഫോമൻസിനെയും ബാധിക്കുന്നില്ല. അത്യാവശ്യം ഗെയിമൊക്കെ കളിക്കാം. 64 GB 128 GB സ്റ്റോറേജ് വേരിയൻറ്റുകൾ 4 GB റാമും 6 GB റാമും ഉള്ളവയായിട്ട് ഇതിനുണ്ട്. ഇനി ക്യാമറ വിശേഷങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ 50 മെഗാപിക്സലിൻ്റെ AI റിയർ ക്യാമറയാണ് ഇതിലുള്ളത്. 8 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയുമുണ്ട്. എങ്ങനെയുണ്ട് ഇതിൻ്റെ ക്യാമറ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഫോട്ടോകൾ കണ്ടിട്ടും ഇതിൻ്റെ വില അറിഞ്ഞിട്ടും അതിനുള്ളതുണ്ടോ എന്ന് നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്യൂ. റിയർ സൈഡിൽ 4K വീഡിയോകൾ 30 ഫ്രെയിം പെർ സെക്കൻഡിൽ റെക്കോർഡ് ചെയ്തെടുക്കാം. സെൽഫി ക്യാമറയിൽ ഫുൾ HD വീഡിയോകൾ 30 ഫ്രെയിം പെർ സെക്കൻഡിലും എടുക്കാം. 6000 mAh ബാറ്ററിയാണ് ഇതിനുള്ളത്. അത് ചാർജ് ചെയ്യാൻ 18 വാട്ടിൻ്റെ ചാർജറും കമ്പനി തരുന്നുണ്ട്. USB A to C ടൈപ്പ് കേബിളാണ് കമ്പനി പാക്കേജിൽ തരുന്നത്. ഇപ്പോൾ നമുക്ക് ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്മാർട്ട് ഫോണുകൾ ഏത് വാങ്ങിയാലും ഏത് കമ്പനിയും തരുന്നത് ഇത്തരത്തിൽ USB A സപ്പോർട്ട് ചെയ്യുന്ന ചാർജറുകളാണല്ലോ. ഇനി ഓഡിയോ സെക്ഷൻ നോക്കിയാൽ എക്സ്ട്രാ ഫീച്ചേഴ്സ് ഒന്നുമില്ല പറയാൻ. സ്പീക്കർ നല്ല വോളിയം ഉണ്ട്. പിന്നെ ഇതിൽ NFC ഒന്നുമില്ല. പല ആളുകളും ചോദിക്കുന്ന മറ്റൊരു സംഭവമാണ് FM റേഡിയോ ഉണ്ടെന്ന്. ഈ ഒരു ഫോണിൽ FM റേഡിയോ ഉണ്ട്. നമ്മൾ ഹെഡ്സെറ്റ് കണക്ട് ചെയ്താലേ ഇത് ഉപയോഗിക്കാൻ പറ്റുമെന്ന് മാത്രം. സൈഡ് ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ് ഇതിലുള്ളത്. ഇൻബിൽട്ട് കോൾ റെക്കോർഡറും ഉണ്ട്. ഇന്ത്യയുടെ സ്വന്തം AI അസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഇൻഡസ് ബൈ സർവം ഉപയോഗിക്കുന്ന ആദ്യ ഫോണുമാണ് HMD വൈബ് 2 5G. IP64 ആണ് ഇതിൻ്റെ വാട്ടർ റെസിസ്റ്റൻസ് റേറ്റിംഗ്. ഇനി ഇതിൻ്റെ റേറ്റ് അറിയണ്ടേ? ഫ്ലിപ്കാർട്ടിൽ ഇപ്പോൾ 12,990 റേറ്റ് കാണുന്നത്. ഞാനിത് വാങ്ങുന്ന സമയത്ത് 10,990 ഉണ്ടായിരുന്നുള്ളൂ. ഇനിയിപ്പോൾ സെയിലൊക്കെ വരുന്നുണ്ട്. ആ സമയത്ത് ആ ഒരു പ്രൈസിനായിരിക്കും നമുക്ക് കിട്ടുക. 3 വ്യത്യസ്തമായിട്ടുള്ള വേരിയൻറ്റുകളിൽ ലഭ്യമാണ്. അപ്പോൾ ഈ ഓൺലൈൻ ക്ലാസ്സുകൾ, അതുപോലെ നമ്മൾ കസ്റ്റമറെ വിളിക്കാൻ വേണ്ടിയിട്ട് ഷോപ്പിലേക്ക് ഒരു ഫോൺ വേണം, നല്ല ബാറ്ററി ബാക്കപ്പ് വേണം, ഇങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവും. അപ്പോൾ അത്തരക്കാർക്ക് പറ്റിയ ഒരു മികച്ച ഫോണാണ് ഇതെന്ന് പറയാം. ഇനി ഇതിൻ്റെ ക്യാമറ ക്വാളിറ്റിയൊക്കെ ഞാൻ പറഞ്ഞു, കാണിച്ചു തന്നിട്ടുണ്ട്. ഫോട്ടോകളൊക്കെ എങ്ങനെയുണ്ട് എന്നൊക്കെ നിങ്ങൾ തന്നെ നോക്കിയിട്ട് അതെന്തായാലും കമൻ്റ് ഇടുക. ആ ഒരു പ്രൈസിനുണ്ടായത് ഈ ഒരു പ്രൈസിനുള്ള ഒരു ഫോൺ ഉണ്ടോ ക്യാമറ ക്വാളിറ്റി നോക്കിയിട്ട്. അപ്പോൾ പല കമ്പനികളുടെയും പല മോഡലുകളുണ്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള. അപ്പോൾ അതൊക്കെ ഒന്ന് കമ്പയർ ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ സാമ്പിൾസൊക്കെ. എന്നിട്ട് എന്തായാലും വീഡിയോക്ക് താഴെ മറക്കാതെ കമൻറ്റ് ഇടുക. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.